ഹായ് ഫ്രണ്ട്സ്, ദിനം പ്രതി നമ്മുടെ റോഡുകളിലെ അപകടങ്ങൾ കൂടി വരികയാണ്. പലപ്പോഴും നിരപരാധികളായിട്ടുള്ള ആളുകളാണ് അതിൽ അകപ്പെട്ടു പോകുന്നത്. അതിനുള്ള പ്രധാന കാരണം വ്യക്തമായ പ്രൂഫില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. CP+ൻ്റെ ഫുൾ HD ഡാഷ് ക്യാമറയാണ്. നമുക്ക് ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. സേഫ് ആൻഡ് സെക്യൂർ ആയ പാക്കിങ്ങോട് കൂടിയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒപ്പം വരുന്നത് ക്യാമറയാണ്. അടുത്തതായി നമുക്ക് ബോക്സിൽ വരുന്നത് ഒരു ഡാഷ് ക്യാം അഡാപ്റ്ററാണ്. ക്വാളിറ്റി ഉള്ള ഒരു 3 മീറ്റർ കേബിളാണ് നമുക്ക് ഈ ക്യാമറയ്ക്കൊപ്പം ലഭിക്കുന്നത്. അടുത്തതായി ഡബിൾ സൈഡിൽ QR ഉള്ള ഒരു കാർഡാണ് ഇതിനൊപ്പം വരുന്നത്. ഒരു സൈഡിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ QR-ഉം, മറ്റു സൈഡിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള QR-ഉം വരുന്നത്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ബ്ലാക്ക് കളറിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഇതുപോലെ 3 സ്പീക്കേഴ്സ് 3 സൈഡിലായിട്ട് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒരു ചാർജിങ് സ്ലോട്ടും ഒരു SD കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ മറ്റ് പ്രത്യേകതകൾ പറയുവാണെങ്കിൽ ഡയറക്റ്റ് വൈഫൈ കണക്ഷനാണ് വരുന്നത്. കൂടാതെ എമർജൻസി റെക്കോർഡിംഗ് ഇതിൽ എനേബിൾഡ് ആണ്. കൂടാതെ വൈഡ് ഡൈനാമിക് റേഞ്ചിലാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് പോകുന്നത്. ഈസി മൗണ്ടബിൾ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. കൂടാതെ SD കാർഡ് 512 GB വരെ സപ്പോർട്ട് ചെയ്യും. ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പാകത്തിന് ഒരു പവർ ബട്ടൺ താഴെ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള ഒരു 3 മീറ്റർ കേബിളാണ് നമുക്ക് ഈ ക്യാമറയ്ക്കൊപ്പം ലഭിക്കുന്നത്. വൺ സൈഡ് USB ആണ്, മറ്റു സൈഡ് C ടൈപ്പ് ആണ് വരുന്നത്. C ടൈപ്പ് ഉള്ള ഭാഗം ക്യാമറയിലേക്കും USB ഭാഗം നമ്മുടെ അഡാപ്റ്ററിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഡിവൈസ് നമുക്കൊരു വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഡിവൈസിലേക്ക് ഒരു മെമ്മറി കാർഡ് ഇടുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാൻഡിസ്കിൻ്റെ 64 GB മെമ്മറി കാർഡാണ്. നമുക്ക് ഇടേണ്ട രീതി സാൻഡിസ്കിൻ്റെ ഒരു എഴുതിയ ഭാഗം മുകളിലേക്കാണ് വരേണ്ടത്. CP+ൻ്റെ എഴുതിയ ഭാഗത്തേക്ക് തന്നെയാണ് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ഇത് തിരിച്ച് ഇൻസെർട്ട് ചെയ്യരുത്. ഫ്രണ്ട് ഭാഗം മെമ്മറി കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗവുമായിട്ട് ഒരേപോലെ ഇരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഓൾറെഡി അത് പെർഫെക്റ്റ് ആയിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഡാഷ് ക്യാമറയോടൊപ്പം വരുന്ന അഡാപ്റ്റർ നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ജസ്റ്റ് പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഡിവൈസിനൊപ്പം ലഭിച്ചിരിക്കുന്ന ഈ ഒരു USB കേബിളിൻ്റെ USB ഭാഗം കണക്ട് ചെയ്യാം. അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് C ടൈപ്പ് വരുന്ന ഭാഗം ക്യാമറയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇത് കണക്ട് ചെയ്യാം. മെമ്മറി കാർഡിൻ്റെ തൊട്ട് താഴെയുള്ള സ്ലോട്ടാണ് വരുന്നത്. ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, പവർ ഓൺ ആയതിൻ്റെ. കൂടാതെ നമുക്കൊരു വോയിസ് കമൻറ്റോട് കിട്ടിയിട്ടുണ്ട്. ഡിവൈസ് ഓണായി എന്നുള്ളൊരു വോയിസ് കമൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോണിലേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ബോക്സിനൊപ്പം ലഭിച്ചിരിക്കുന്ന QR കോഡിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസിനാണ് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ലെൻസ് എടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വരും. നേരെ പ്ലേ സ്റ്റോറിലേക്ക് നമുക്ക് പോകുന്നതാണ്. അങ്ങനെ കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് കാർ ക്യാം എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ മതിയാവും.
ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. CARKAM എന്നാണ് അത് സ്പെല്ല് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതിൻ്റെ റെക്കോർഡിങ് പ്ലേബാക്ക് എടുക്കുന്ന ഒരു സ്ക്രീനാണിത്. അതിൻ്റെ GPS ലൊക്കേഷനാണ് കാണിക്കുന്നത്. ലോക്കൽ സ്റ്റോറേജും SD കാർഡും നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ, നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടെ OTP ചോദിക്കുന്നുണ്ട്. സൈൻ ഇൻ ആയിട്ടുണ്ട്. നിലവിൽ ആഡ് ഡിവൈസ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ആ ഡിവൈസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറയുടെ പുറകിലുള്ള ആ മോഡൽ നമ്പർ തന്നെ കാണിക്കുന്നത് മുകളിലത്തേതാണ്. CPAD H2B PW എന്ന GPS എനേബിൾഡ് ആയ ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ അടുത്തതായിട്ട് അവർ പറയുന്നത് മേക്ക് ഷുവർ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓൺ ആൻഡ് ദ LED ഇൻഡിക്കേറ്റർ ഈസ് ഫ്ലാഷിംഗ് റെഡ് ഓൾസോ. വോയിസ് പ്രോംപ്റ്റ് ഡിവൈസ് ഈസ് പവർ ഓൺ ഈസ് ഓഡിബിൾ. അതായത് നമ്മുടെ ഡാഷ് ക്യാമിൽ റെഡ് LED ഫ്ലാഷ് ചെയ്യുകയും വോയിസ് പ്രോംപ്റ്റ് ആയിട്ടുള്ള കാര്യം ഡിവൈസ് ഈസ് പവേർഡ് ഓൺ എന്ന് ഡിവൈസിൽ നിന്ന് പറയുകയും ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ നെക്സ്റ്റ് അമർത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ, പവർ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ഡിവൈസിൽ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതേപോലെ ഡിവൈസ് ഈസ് പവേർഡ് ഓൺ എന്ന വോയിസ് കമാൻഡ് പറയുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് അമർത്താം. ഇപ്പോൾ നിലവിൽ കണക്റ്റിംഗ് ടു ഹോട്ട്സ്പോട്ട് എന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. മേക്ക് ഷുവർ ദാറ്റ് ദ ഡാഷ് ക്യാം ഈസ് പവേർഡ് ഓൺ. ക്യാമറ പവർ ഓൺ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ നമ്മൾ ഈ ഡിവൈസ് വൈഫൈയിൽ സെർച്ച് ചെയ്തെടുത്തപ്പോൾ ഡിവൈസ് ID CP എന്ന് സ്റ്റാർട്ട് ചെയ്യണ ഹോട്ട്സ്പോട്ടാണ് നമുക്ക് ഈ ഡിവൈസിനുള്ളത്. അത് നമ്മൾ ഫോണിൽ വൈഫൈയിൽ ആഡ് ചെയ്തിരുന്നു. ആ ഡിവൈസിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഓൾറെഡി വൈഫൈ സെർച്ചിങ് വരുമ്പോൾ തന്നെ ഈ CP+ എന്ന് പറഞ്ഞ ഈ ഡിവൈസ് ID കാണിക്കും. ആ ഡിവൈസ് IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ പുറകിലുള്ള പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈഫൈയിലേക്ക് ഇത് ആഡായി കഴിയും, ഈ ഒരു ഡിവൈസ് ആഡായി കഴിയും. അതിന് ശേഷമാണ് നമുക്ക് ഈ പ്രോഗ്രാം എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഗോ ടു കണക്ട് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എനിക്കിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും CP+ 05D0 എന്ന ഡിവൈസാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾറെഡി അത് കണക്റ്റ് ആക്കാം. ഓൾറെഡി അത് ഞാൻ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡ് പോവാം. ഗോ ടു കണക്ട് എന്ന ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ലോഡിങ് കാണിക്കുന്നുണ്ട്. ഓൾറെഡി അത് ഓൺലൈൻ എന്ന ഒരു ഓപ്ഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നടുക്കുള്ള പ്ലേ ബട്ടൺ കാണിക്കുന്നുണ്ട്. അതുപോലെ താഴെ ഓൺലൈൻ എന്ന ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഡിവൈസ് ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ വണ്ടി നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു വിഷ്വൽസാണ് കാണാൻ സാധിക്കുന്നത്. ടൈം, ഡേറ്റ്, കൂടാതെ കിലോമീറ്റർ സ്പീഡ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മാപ്പ് ലൊക്കേഷൻ ഇവിടെ നമുക്ക് എടുത്തു നോക്കാൻ കഴിയുന്നുണ്ട്. വണ്ടിയുടെ എക്സാക്റ്റ് മാപ്പ് ലൊക്കേഷനാണ് ഇത് കാണിക്കുന്നത്. പോപ്പുലർ ബജാജ് പിറോം എന്ന ഒരു ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിറോം എന്ന സ്ഥലത്തിനടുത്താണിത്. നമുക്കിവിടെ മാപ്പ് ലൊക്കേഷൻ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക്
മോഷൻ ഡിറ്റക്ഷൻ ഓൺ ആക്കിയിട്ടാൽ ആ ഇവൻറ്റ്സ് എല്ലാം നമുക്കിവിടെ സേവ് ആയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതായിട്ട് പ്ലേ ബാക്ക് എന്ന ഓപ്ഷൻ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് താഴെ ഡിവൈസ്, അതിനുശേഷം പ്ലേ ബാക്ക്, അതിനുശേഷം ഗാലറി, അതിനുശേഷം മോർ എന്ന ഓപ്ഷൻ, ഈ 4 ഓപ്ഷൻസാണ് ഉള്ളത്. രണ്ടാമത്തെ ഓപ്ഷനായ പ്ലേ ബാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് റെക്കോർഡായി തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡിങ് ആയി വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ഒരു താഴെ ബാറിൽ റെക്കോർഡിങ് കാണാൻ കഴിയും. അതിൽ ഓൾ എന്ന് പറഞ്ഞ റെക്കോർഡിംഗ് ഓപ്ഷനിലും പോകാൻ പറ്റും. റെഗുലർ, ഈവൻറ്റ്സ്, ടൈം ലാപ്സ്, പാർക്കിംഗ്, ഈ 5 ഓപ്ഷനും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. ഈ പ്ലേ ബാക്ക് എങ്ങനെ എടുക്കാൻ കഴിയുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് താഴെ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനും പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനും അതിനുശേഷം മോർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡിങ് കാണിക്കുന്നുണ്ട്. 4:26 മുതൽ 4:35 വരെയുള്ള ടൈമാണ് കാണിക്കുന്നത്. 24 അവേഴ്സിലാണ് നമുക്ക് ഈ റെക്കോർഡിങ് കാണിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് കലണ്ടറിൻ്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ് ഇന്നത്തെ ദിവസം തന്നെ സെലക്ട് ചെയ്യാം. എൻഡ് ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് ടൈമുണ്ട്, അത് 4:32 PM ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എൻഡ് ടൈം 4:34 PM ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു സമയത്തെ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു റെക്കോർഡിംഗ് കൂടെ എടുത്ത് നോക്കാം. മുതൽ 4:35 വരെയുള്ള ടൈം എടുത്ത് നോക്കാം. കൺഫേം കൊടുക്കാം. ഇതിൽ നമ്മൾ റോഡിൽ കൂടി പോകുന്ന കുറച്ച് ദൃശ്യങ്ങൾ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം റോഡിൽ കൂടി പോയ കുറച്ച് ദൃശ്യങ്ങളാണ്, അത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിത് ഫുൾ സ്ക്രീനാക്കി കാണുന്നതിനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീനായിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഡേറ്റ്, ടൈം, കൂടാതെ വണ്ടി സഞ്ചരിക്കുന്ന km/h സ്പീഡ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാപ്പ് ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് വൈഡ് വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടും അതുപോലെ റോഡ് മുഴുവനായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മതിലിൽ എഴുതിയിരിക്കുന്ന ലെറ്ററുകളടക്കം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു ഹോർഡിംഗ് ഉണ്ടായിരുന്നു, ആ ഹോർഡിങ്ങിനകത്തുള്ള നമ്പർ വരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പല ഡാഷ് ക്യാംസ് നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു വീഡിയോയുടെ റെക്കോർഡിങ് നമുക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനും സാധിക്കും. അടുത്തതായിട്ട് അതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ക്ലാരിറ്റി നല്ല സ്പീഡിലാണ് പോകുന്നത്, അതുപോലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഒരു ഓഫീസിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഓഫീസ് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് ആ ബോർഡൊക്കെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് റെക്കോർഡിങ് നമുക്ക് പ്രിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലുള്ള അഡ്വാൻസ്ഡ് പ്രൊഡക്ട്സിനെ പറ്റിയും ടെക്നോളജി അപ്ഡേറ്റ്സിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ തേർഡ് ഐ ടെക് ഇൻഫോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജയ്, തേർഡ് ഐ സെക്യൂരിറ്റി സൊല്യൂഷൻസ്.